guys, welcome back to Silent Learning. Okay, it's me Muhammad Shafiq VK, your chemistry teacher. മക്കളെ നിങ്ങളുടെ ചാപ്റ്റർ ആണ് വാട്ടർ അല്ലെങ്കിൽ ജലം എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, നിരന്തരം ചോദിക്കുന്ന ഏരിയ ആണ്. മക്കൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ടൈം വീഡിയോ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. നോക്കാം എന്താണത്. ഹീറ്റ് കപ്പാസിറ്റി അഥവാ താപധാരിത എന്നാണ്. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് മക്കൾ പഠിച്ചു വെച്ചോ. എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്, ഹീറ്റിനെ താങ്ങാനുള്ള കഴിവ്, അതാണ്. എത്രത്തോളം ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ഭക്ഷണമാണെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, എത്രത്തോളം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും, അതാണ് എൻ്റെ ഭക്ഷണത്തിന്റെ കപ്പാസിറ്റി. ഇതുപോലെ എനിക്ക് എത്രത്തോളം ഹീറ്റിനെ എനിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, എനിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പുറത്തു വിടാൻ പറ്റും, ഇതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റെഡിയാണോ? കുഴപ്പമില്ലല്ലോ മക്കളെ. ഹീറ്റ് കപ്പാസിറ്റി എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല മക്കളെ. സാർ അതിന് സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? ഓക്കെ, സാർ ഒരു സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ വരയ്ക്കാണ്. 2 സ്റ്റെപ്പുകൾ സാർ വരച്ചു, ഒരേപോലെയുള്ള 2 സ്റ്റെപ്പുകൾ അല്ലെ. ഇത് 1 2 3 4 4 സ്റ്റെപ്പ് സാർ ഇവിടെ വരച്ചിട്ടുണ്ട്. 1 2 and 3 and 4 4 സ്റ്റെപ്പ് സാർ ഇവിടെയും വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഞാൻ പറയുന്നു, ഇത് ഞാൻ വാട്ടറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഇവിടെ ഞാൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വെക്കാം. ഓക്കെ മക്കളെ കേട്ടോ, ഈ 2 ടെമ്പറേച്ചറും ഓക്കെ മക്കൾ കേൾക്കണേ. 2 ആളുകളും ഇത് ഏകദേശം ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് വിചാരിച്ചോ. 60 അഥവാ അവിടുത്തെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന മക്കൾ കേൾക്ക്. വളരെ സിമ്പിൾ ആയിട്ട് സാർ പറയാം. വാട്ടർ പറയാണ്, എനിക്ക് ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ, എനിക്ക് ഒരു സ്റ്റെപ്പ് അഥവാ 1 ഡിഗ്രി ഇങ്ങനെ ഉയർന്നു പോകണമെങ്കിൽ ആ വാട്ടർ പറയാണ് എനിക്ക് ഒറ്റ സ്റ്റെപ്പിന് 30 ഹീറ്റ് തരണം എന്ന് പറയാണ്. ഒറ്റ സ്റ്റെപ്പിന് 30, വെറുതെ മക്കൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒറ്റ സ്റ്റെപ്പിന് 30, അപ്പൊ ഇവിടെ 30, വാട്ടറിന് അടുത്ത സ്റ്റെപ്പ് കയറാൻ 30. അപ്പൊ ടോട്ടൽ 30 കൊണ്ടാണ്, അഥവാ 4 into 30 that is equal to, ഒരു എക്സാമ്പിൾ മാത്രമാണ് 30 എന്നുള്ളത്. 4 into 30 that is 120 ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് വാട്ടർ 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയത്. അപ്പം വാട്ടർ 60 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ അതിന്റെ കയ്യിൽ എത്ര ഹീറ്റ് ഉണ്ട്? 120. അങ്ങനെ അസ്യൂം ചെയ്യട്ടോ. അങ്ങനെയാണ് ഈ ഓയിൽ പറയാണ്, എനിക്ക് 30 ഒന്നും വേണ്ട കയറാൻ, എനിക്ക് 10 ഹീറ്റ് തന്നാൽ മതി ഒരു സ്റ്റെപ്പ് കയറാൻ. അങ്ങനെ മക്കൾ നോക്കിക്കേ, ഒരു സ്റ്റെപ്പ് കയറാൻ 10 ആണെങ്കിൽ ഓയിൽ ആദ്യത്തെ സ്റ്റെപ്പ് 10, പിന്നെ 10, പിന്നെ 10, പിന്നെ 10. അപ്പൊ ഓയിൽ 60 ഡിഗ്രിയിലേക്ക് എത്താൻ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു? 4 into 10 that is equal to 40 ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ മക്കളെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആരാണ് അബ്സോർബ് ചെയ്തത്? വാട്ടർ ആണ്. അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഓയിലിനേക്കാൾ കൂടുതലാണ്. അപ്പൊ മക്കൾ ആലോചിക്കുക, എന്താ ഇതിനോടുള്ള ഗുണം, എന്താണ് ഇതിനു കൊണ്ടുള്ള ഗുണം? മക്കളെ നോക്കണേ, വാട്ടറും ചൂടാക്കി നമ്മള് പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ചൂടാക്കി എന്ന് വിചാരിച്ചോ. വാട്ടർ 100 ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ 10 മിനിറ്റ് എടുത്തെങ്കിൽ, കാരണം എന്താ, ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും വാട്ടറിന് എന്ത് ചെയ്യണം? ഒരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്യണം, അപ്പൊ സമയം എടുക്കും. പക്ഷെ നമ്മളുടെ വെളിച്ചെണ്ണ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? കുറച്ച് സമയം കൊണ്ട് തന്നെ 100 ഡിഗ്രിയിലേക്ക് എത്തും, കാരണം ഒരു സ്റ്റെപ്പ് കയറാൻ കുറച്ച് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുകയുള്ളൂ. ഓക്കെ മക്കളെ, എന്താണ് വാട്ടറിന് നല്ല ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതിനെ കൊണ്ടുള്ള ഗുണം എന്താ മക്കൾക്ക് കാണാൻ പറ്റും. റേഡിയേറ്റർ അഥവാ നമ്മുടെ വാഹനങ്ങളിലൊക്കെ റേഡിയേറ്റർ ചൂടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെള്ളം ഒഴിക്കും. ഓക്കെ, വെള്ളം ഒഴിക്കും. എന്താ അപ്പൊ അതിന്റെ കാരണം? എന്താ നമ്മൾ വേറെയുള്ള കാര്യങ്ങൾ ഒഴിക്കാത്തത്? കാരണം റേഡിയേറ്റർ നല്ല ഹീറ്റായി കിടക്കുകയാണ്. അപ്പൊ അതിനെ കൂളാക്കണമെങ്കിൽ ആ ഹീറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യണം. അപ്പൊ അതിനെ ആരെ വിടുക? വെള്ളത്തിനെയാണ് വിടുക. കാരണം എന്താ, വാട്ടറിന് കുറെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ ഭൂമിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ, ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോണേ? ഭൂമിയിൽ നമ്മുടെ 1/4 ഭാഗവും എന്താണ്? വാട്ടർ ആണ്. അതുകൊണ്ട് ആ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഭൂമിയുടെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അങ്ങനെ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടിയത് കൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ വാട്ടറിനെ ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ എഞ്ചിനിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകൾ ജലം ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ റേഡിയേറ്റർ. ഓക്കെ, വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, നല്ല ചൂടായി നിൽക്കുന്ന എന്തൊരു നമ്മള് എഞ്ചിൻ ചൂടായി നിൽക്കാന്ന് വിചാരിച്ചു, അപ്പൊ വെള്ളം കൊണ്ട് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ അല്ലെ പെട്ടെന്ന് തണുത്ത് കിട്ടും. കാരണം എന്താ, വാട്ടർ കുറെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഇനി എന്താണ്, ഭൂമിയുടെ 3/2 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു. യെസ്, ഈ രൂപത്തിലുള്ള കാര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. ഏതെങ്കിലും ഒന്ന് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ടറിന്റെ എന്ത് പ്രത്യേകതയാണ് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ കണ്ണും പൂട്ടി എഴുതണം. കണ്ണു തുറന്നോ, കണ്ണു പൂട്ടിയോ, പാട്ട് പാടിയോ, പാട്ട് പാടാതെയോ നിങ്ങൾ എഴുതണം. എന്താ, ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് വാട്ടറിന് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളോട് നേരെ തിരിച്ചു ചോദിക്കും വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, അത് ഉപയോഗിക്കുന്ന ഈ ഹീറ്റ് കപ്പാസിറ്റി താപധാരിത കൂടുതലായതുകൊണ്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 കേസുകൾ, സിറ്റുവേഷൻസ് എഴുതുക എന്ന് ചോദിച്ചാൽ മക്കൾ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു ഏരിയ ആണ് മക്കളെ. ഒരിക്കലും ഇത് മറന്നു പോരുത്. വളരെ സിമ്പിൾ ആയിട്ട് സാർ ഇത് പറഞ്ഞു തന്നു. നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അത് യൂസ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഇനിയും കാണുന്നത് വരെ സൈനിങ് ഓഫ്.